ഞാൻ ഇച്ചിരി ബീഫ് പിക്കിൾ ഉണ്ടാക്കുകയാണ്. അതിന് 2 കിലോ ബീഫ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് പീസാക്കി എടുത്തതാണ്. ഇതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി വേവിച്ചെടുക്കും. എന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് ഉപ്പിടുകയാണ്. കുറച്ച് മഞ്ഞളിട്ടു, കുറച്ച് കുരുമുളക് പൊടി. ഇതിനകത്തേക്ക് കുറച്ച് മസാലയെല്ലാം കൂടെ അരച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. ഓക്കെ, നല്ലതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുക്കറിനകത്ത് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് വേവിക്കണ്ട, പിന്നെ കുറച്ച് പകുതി വേവ് എന്താ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. ഓക്കെ, വേവിച്ച് വെള്ളം വറ്റിച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലെണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കണം. ഓക്കെ, നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് വറുത്ത് കോരി എടുക്കാമേ. ഇത് നല്ലെണ്ണയാണ്, ഇതേം നല്ലെണ്ണയ്ക്കകത്താണ് ഞാൻ വറുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിനകത്തേക്ക് വറക്കാനിടാമേ. പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഒറ്റ വിസിലേ അടിച്ചുള്ളൂ. ഇത് ഇച്ചിരി നല്ല ഇളതായിട്ടുള്ള ബീഫായിരുന്നു, അതുകൊണ്ട് പോത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റ വിസിലടിച്ചതേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ശാലോ ഫ്രൈ ചെയ്യാമേ. ഇത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ, ഒത്തിരി അങ്ങ് ഡാർക്കാണ്, കുറച്ച് ആയാൽ മതി. ഇതെല്ലാം വറുത്തെടുത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഈ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ടു, ഉലുവ ഇട്ടു. അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുകയാണ്. അതിനകത്തേക്ക് വെളുത്തുള്ളി 2ആയിട്ട് കീറിയതും പച്ചമുളകും കൂടി ഇടുകയാണ്. അതേ കുറച്ച് കരിവേപ്പില. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഇതിനകത്ത് കുറച്ച് മഞ്ഞളിട്ടായിരുന്നു നമ്മൾ. മുളക് പൊടി 3 സ്പൂണ്, പിന്നെ ഉപ്പ്, പിന്നെ വിനാഗിരി ഇത്രയും ഒഴിച്ചു. ഇതിനകത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ്.
നല്ല അടിപൊളി ഒരു ബീഫ് പിക്കിൾ ഉണ്ടാക്കി. ഓക്കേ.